അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന അയക്കുറത്തല കറിയാണ്. അതിന് വേണ്ടി മസാല നോക്കാം. ഒരു ചട്ടിയിലേക്ക് 4 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 സ്പൂണ് മുളക് പൊടിയും. ഈ മസാല എല്ലാം കൂടി ഒന്ന് സിമ്മിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒരു ഉരലിലേക്ക് 4 വെളുത്തുള്ളി, ഒരു കണ്ട ഇഞ്ചി, 2 ഉള്ളിയും, ഒരു 5 പച്ചമുളക് നല്ല ഒന്ന് ചതുക്കിയിട്ട് നല്ല ഒന്ന് ചതുങ്ങാൻ വെട്ടാം. അരക്കണ്ടാക്കുന്ന ചതിച്ചെടുക്കണം. നമുക്ക് വേണ്ടത് ഒരു 5 തക്കാളിയാണ്. 5 നല്ല പൗത്ത പുറം തക്കാളി എടുത്ത് നല്ല മുറിച്ച് വെക്കണം. ഞാൻ മീൻ തല ഉണ്ട്, എല്ലാം ഒന്ന് കഴുകി അത് വാറാക്കി എടുത്ത് വെക്കണം കേട്ടോ. നമ്മളിനി ഒരു ചട്ടി വെച്ച് അതിൽക്കൊരു 100 ഗ്രാമോളം വെളിച്ചെണ്ണ വീട്ടി കൊടുക്കാം. ഞാൻ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ്. ഞാൻ ചതച്ച് വെച്ച ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നമ്മളിനി വറുത്ത് വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനി നമ്മൾ 5 തക്കാളി നല്ല ചെറുതായിട്ട് മുറിച്ച് വെച്ചിരുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മുക്കാവണം. ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇത് വേഗമുണ്ടതിന്. ഇനി നമുക്ക് തക്കാളി വേഗം വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. എന്നത് നല്ല ഒന്ന് മിക്സാക്കിയിട്ട് ഇത് മൂടിയിട്ട് കൊടുക്കണം കേട്ടോ. തക്കാളി ഒന്ന് നല്ല വെന്ത് കിട്ടട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ഈ തക്കാളി നല്ല വെന്ത് കൊടുത്തിട്ട് അപ്പോൾ ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഒരു 50 ഗ്രാം പുളിയോളം വെള്ളത്തിലിട്ടിരിക്കും. അത് ഇതിലേക്ക് ഊറ്റി കൊടുക്കാം. നമുക്കിത് ആവശ്യത്തിനുണ്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതിലേക്ക് ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടിരുന്ന് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ.
നമ്മൾ അയിക്കോറ തലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഇറക്കാനാവുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊണ്ട് മൂടി വെച്ച് ഇറക്കാം. ഇങ്ങനൊരു റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.